ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു ഇൻഫെക്ഷൻസ് എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സാധാരണഗതിയിൽ പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ടോൺസിലൈറ്റിസ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മാറി മാറി വന്ന് കാണാറുള്ള അസുഖങ്ങൾ. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവിടെ ക്ലാസ് റൂമിൽ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിലായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. അപ്പം ആ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള അടിക്കടിയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് തടയാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ ഹാൻഡ് വാഷ് ഹൈജീൻ നന്നായിട്ട് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ശീലം കുഞ്ഞിലെ തന്നെ ആക്കിയെടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ വാട്ടർ ബോട്ടിൽ ഷെയർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം വാട്ടർ ബോട്ടിൽ ഷെയർ ചെയ്യുന്നതോടുകൂടി കുഞ്ഞുങ്ങൾ അറിയാൻ കുഞ്ഞു മക്കളാണ്, അപ്പം ഇൻഫെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രോപ്പർ സ്ലീപ്പ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരു സൗണ്ട് സ്ലീപ്പുള്ള ഒരു ബോഡിയിലെ കുഞ്ഞുങ്ങൾ കൂടുതലും ആക്റ്റീവായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മാതാപിതാക്കൾ ഉറപ്പായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പയറുവർഗ്ഗങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി, സാമ്പാർ തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മളൊരു നല്ലൊരു സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫുഡ് തന്നെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോം റെമഡിയാണ് മഞ്ഞളിട്ട പാൽ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 1 ഗ്ലാസ് പാലിൽ 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് ചെറു ചൂടോടുകൂടി കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുൻപ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമാകും. ഇനി മറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവനപ്രാശം, ഹോം മെയ്ഡ് ചവനപ്രാശം ആയാൽ അത്രയും നല്ലതാണ്. നെല്ലിക്ക കൊണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് ലേഹ്യം രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള വെയ്റ്റിനനുസരിച്ചുള്ള കൃത്യമായ ഡോസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സഹായിക്കും.